ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് ലേണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമുക്കറിയാം 10th പ്രിലിംസ് എക്സാമിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആദ്യഘട്ടം വരുന്നത് ഒക്ടോബർ 25, 2025 ഒക്ടോബർ 25-നാണ് ആദ്യഘട്ടം വരുന്നത്. വളരെ പെട്ടെന്നുള്ള ഒരു എക്സാമാണൊക്കെ തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു 10th പ്രിലിംസിൻ്റെ ആ ഒരു വരവെന്ന് പറയുന്നത്. അതുകൊണ്ട് പല ആളുകളും കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ ആയിരിക്കും മേ ബി അതിനുള്ള ടൈം അവർക്ക് കിട്ടാതെ ഒരു അവസരം വന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യ ഫേസിൽ, അതായത് ഈ വരുന്ന 10th പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന 4 കാറ്റഗറിയിലേക്കാണ്. പലർക്കും ഒരുപാട് VFA പോലെ, ബെവ്കോ LDC പോലെ, കമ്പനി ബോർഡ് LGS പോലെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ആ നോട്ടിഫിക്കേഷനിലേക്കല്ല ഈ ഒരു 10th പ്രിലിംസ് എന്ന് പറയുന്നത്. ഈ 4 സ്റ്റേറ്റുമായിട്ട് പോസ്റ്റുകളിലേക്കാണ് ആക്ച്വലി 2025 ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ഈ 10th പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 037 2024 അറ്റൻഡർ ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്. 199/2024 അറ്റൻഡർ സ്റ്റേറ്റ് വൈഡ്. 328/2024 സെയിൽസ്മാൻ ഗ്രേഡ് 2 സെയിൽസ് വുമൺ ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ്. അതുപോലെ 377/2024 സ്റ്റോർ കീപ്പർ സ്റ്റേറ്റ് വൈഡ്. അപ്പോൾ ഈ 4 പോസ്റ്റുകളിലേക്കാണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള 4 പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്, 10th പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ, ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് മേ ബി നല്ല കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു 10th പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് മാത്രം മതിയോ? അല്ല, നമ്മൾ സ്മാർട്ടായിട്ട് കൂടി ഇനിയുള്ള ഏകദേശം 2 മാസത്തിൽ താഴെ മാത്രമാണ് ഇനി നമുക്ക് ഉള്ളത്, അല്ലേ? 2 മാസം കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിൽ താഴെ ദിവസങ്ങളാണ് ഫസ്റ്റ് ഫേസിനുള്ളത്. അടുത്ത ഫേസിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്മാർട്ട് സ്റ്റഡിയോടെ, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സ്റ്റഡിയോടെ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി കൃത്യമായി മോക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 10th പ്രിലിംസ് എന്ന് പറയുന്ന ഈ പോസ്റ്റുകളുടെ ആദ്യ കടമ്പ നമുക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 10th പ്രിലിംസിൻ്റെ സിലബസ്, ഓൾറെഡി കുറച്ച് കാലങ്ങളായിട്ട് 10th പ്രിലിംസ് എഴുതുന്നവർക്ക് സിലബസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. എന്നാൽ കൂടി ആദ്യമായിട്ട് 10th പ്രിലിംസ് അപ്പിയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് സിലബസിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ, അതുപോലെ തന്നെ ഈ സിലബസിൽ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ്, ഏത് ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു 10th പ്രിലിംസിൻ്റെ സിലബസിനെ കുറിച്ചും അതിൽ ഹോട്ട് ടോപ്പിക് ഏതൊക്കെയാണ് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞ പോലെ 2025 ഒക്ടോബർ 25-നാണ്. 2025 ഒക്ടോബർ 25-നാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി 10th പ്രിലിംസിൻ്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മലയാളവും ഇംഗ്ലീഷും ഇല്ല. അവിടെ നമുക്ക് പൊതുവിജ്ഞാനം GK എന്ന് പറയുന്ന ഭാഗത്ത് 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 20 മാർക്ക്, സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് 10 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് 20 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല, ഇവിടെ മലയാളവും ഇംഗ്ലീഷും ഇല്ല. ഞാനിത് പറയുന്നത് ആദ്യമായിട്ട് 10th പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് കാലങ്ങളായിട്ട് PSC പരീക്ഷയുടെ ഈ 2 ഘട്ട പരീക്ഷ എഴുതുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ GK ടോപ്പിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൊതുവിജ്ഞാനത്തിൻ്റെ 40 മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടം, അതുപോലെ തന്നെ
സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെ മറ്റു എന്താണ് രാഷ്ട്രീയ സംഭവങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ ടോപ്പിക്കിൽ നിന്ന് 5 മാർക്ക്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട 5 മാർക്കിൻ്റെ മറ്റൊരു ടോപ്പിക് ഉണ്ട്. അതും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏകദേശം 5 മാർക്ക്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ, ഈ ടോപ്പിക്കിൽ നിന്ന് 5 മാർക്ക്. ദെൻ കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട 10 മാർക്കാണ്. ഏകദേശം കേരള ജോഗ്രഫിക്ക് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, അതായത് നമ്മുടെ കേരള ഹിസ്റ്ററി, അതുപോലെ റിനൈൻസൻസ്, ഇങ്ങനെ 5 മാർക്ക്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് 5 മാർക്ക്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അതുപോലെ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും. അതുപോലെ ഫിസിക്സിലേക്ക് വരുവാണെങ്കിൽ പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ഫലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ പൊതുജനാരോഗ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ഒരു സിലബസ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞു ഈ കുറച്ച് ദിവസങ്ങൾ പലർക്കും ഇനി ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കറക്റ്റ് സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ഞാൻ പറയുന്ന ടോപ്പിക്കിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ, പ്രത്യേകിച്ച് GK ഭാഗത്തൊക്കെ ഞാൻ പറയുന്ന ടോപ്പിക്കിലൂടെ അവർ കൃത്യമായിട്ട് ആ ടോപ്പിക്ക് A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക്, അല്ലെങ്കിൽ 10th പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു ആദ്യ കടക്കുന്ന മാർക്കിലേക്ക് തീർച്ചയായിട്ടും അവർക്ക് എത്താൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ആ കീ ടോപ്പിക്സ് ആണ്. അപ്പം ഞാൻ ആദ്യം പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ട കീ ടോപ്പിക്സ് എന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ബ്രഹ്മസമാജം, ആര്യസമാജം എപ്പോഴും ചോദിക്കാറുണ്ട്. രാജാറാം മോഹൻ റായിയെക്കുറിച്ചും ഇന്ത്യൻ ബ്രഹ്മസമാജത്തെക്കുറിച്ചൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമില്ല്, ക്വിറ്റ് ഇന്ത്യ സമരം, ജാലിയൻ വാലാബാഗ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഇതിനെക്കുറിച്ച് എപ്പോഴും ഈ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് തുണിമിൽ സമരമൊക്കെ എപ്പോഴും നിരന്തരം പ്രിലിംസ് എക്സാമിൽ ചോദ്യമായിട്ട് വരുന്ന ഭാഗമാണ്. അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഭാഗത്തെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാന പത്രങ്ങൾ, സാഹിത്യകൃതികൾ. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഈ കീ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. സോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, നമ്മളൊരു 45 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ക്രാഷ് ബാച്ചിലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കുക, നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കുക. അതായത് PYQകളുടെയും ഇതുപോലെ കീ ടോപ്പിക്സ് നിങ്ങളുടെ സിലബസിലെ ഓരോ മൊഡ്യൂളുകളിലെയും കീ ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. 45 ഡേയ്സ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 10th പ്രിലിംസ് എന്ന് പറയുന്ന കടക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. അടുത്ത കീ ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ, അതായത് ഇന്ത്യൻ വിഭജനത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, അത് ISRO ദൗത്യങ്ങൾ, സംസ്ഥാന
നിങ്ങളുടെ രൂപീകരണം ആന്ധ്ര സംസ്ഥാനത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫസൽ അലി കമ്മീഷനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് വി പി മേനോൻ എന്ന് പറയുന്ന മലയാളിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിലെ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഭാഗം ഫോക്കസ് ഏരിയ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇതുപോലെ ഓരോ ടോപ്പിക്കിലെയും ഫോക്കസ് ഏരിയാസ് എടുത്തെടുത്ത് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക, മാക്സിമം PYQ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. സോ കുറഞ്ഞ സമയത്തിനുള്ള പെട്ടെന്നുള്ള ഒരു 10th പ്രിലിംസിൻ്റെ ഒരു ഡിക്ലറേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഭാഗം 3 വരുന്ന മൗലികാവകാശങ്ങളെക്കുറിച്ച്. അതുപോലെ എപ്പോഴും അത് 10th പ്രിലിംസ് എന്നല്ല ഏത് പ്രധാനപ്പെട്ട പരീക്ഷകളാണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഇതിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ട്, കറൻറ്റ് മെമ്പേഴ്സിനെ കുറിച്ചിട്ട്, ആദ്യത്തെ മെമ്പേഴ്സിനെ കുറിച്ചിട്ട്, ഇവിടെ ടേമിനെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻസ് ആണ് ഇതെന്ന് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ടോപ്പിക്കാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി കേരളത്തിലെ നദികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം ഓക്കെ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കേരളത്തിലെ നദികളെക്കുറിച്ചിട്ടും വന്യജീവി സങ്കേതങ്ങൾ പ്രത്യേകിച്ച് പല ചെന്തുരുണി പോലെയുള്ള അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിലേക്ക് വന്നാൽ സൈലൻറ്റ് വാലിയെ പോലെയൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ 2 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ജോഗ്രഫിയിലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി കേരള ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴശ്ശി സമരങ്ങളെക്കുറിച്ച്, മലബാർ കലാപത്തെക്കുറിച്ച്, ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച്, വൈക്കം സത്യാഗ്രഹം എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്, ഉപ്പ് സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ ഈ 4 നില ഇതിലും ആറ്റിങ്ങൽ കലാപം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കൂടി പ്രധാനമായിട്ടും നമ്മൾ ഇത്രയും വർഷങ്ങൾ 2021 തൊട്ടാണ് പ്രിലിംസ് എന്ന് പറയുന്ന സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ ആ 21 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്ന് നിരന്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു 45 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2021 തൊട്ട് 25 വരെയുള്ള പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഓരോ ഭാഗത്തുനിന്നും എടുത്തെടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് ക്യാപ്സ്യൂളായിട്ട് ഫീഡ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് ഏരിയ മനസ്സിലാക്കാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ള 10th പ്രിലിംസ് പാസ്സാക്കാനും സാധിക്കും. ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും 10th പ്രിലിംസിൻ്റെ സിലബസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കീ ടോപ്പിക്സ് ആയിട്ട് ഏതൊക്കെ പഠിക്കണം, ഇതിൽ ഞാൻ സയൻസിലെ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ക്ലാസ്സുകളിൽ സയൻസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, മാത്സിൽ എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ 10th പ്രിലിംസ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. പറയുന്ന സ്റ്റേറ്റ് വൈഡ് എക്സാമിലേക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മുതലാക്കുക. ഓക്കെ, ഓണമാണ്, മലയാളികൾക്ക് പുത്തൻ പ്രതീക്ഷയുള്ള ഒരു സമയമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ നമുക്ക് തീർച്ചയായിട്ടും ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓണം ഓഫർ എല്ലാ കോഴ്സുകൾക്കും ജനറൽ PSC ആണെങ്കിലും മറ്റു കോഴ്സുകൾക്കും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഒട്ടും സമയം വൈകിട്ടില്ല. ഇനി സമയം വൈകും തോറും നിങ്ങൾക്ക് ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഇത് കൂടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു 45 ദിവസത്തിൻ്റെ ക്രാഷ് കോഴ്സിൽ 10th പ്രിലിംസ് എക്സ്ക്ലൂസീവ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായ ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കി നമുക്ക് ഈ ഒരു പ്രിലിംസ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പോൾ
അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിൻ്റെ വീഡിയോസ് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ PSC പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.